പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാരുണ്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള
അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവേ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. Lord, infuse your spirit, infuse your spirit of power and grace. Thank you, Jesus. പ്രഭാഷകൻ 23:19. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ രസം ഈ വചനങ്ങൾ കേട്ടില്ലേ? അതായത് ഈ ഷീബ റാഫിൽ എന്ന് പറഞ്ഞൊരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ അങ്കരാപ്പ് എന്ന് പറയുന്നത്, അവളുടെ അവളൊരു സുവോളജിസ്റ്റാണ്. അപ്പോൾ അവളുടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല. അത്രയ്ക്കും സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചറാണ്. മൈക്രോസ്കോപ്പിനൊരു പരിധിയുണ്ട് അത് ഡെവലപ്പ്. അപ്പോൾ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ അവർക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവേ എനിക്കിത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഡിസെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോഴെന്നാ വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത്. എന്താണ്? എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന്. അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണെന്ന്. അപ്പോൾ എന്നിട്ട് എന്നാ സംഭവിച്ചത്? അത് ചുമ്മാ ഒരു പറച്ചിലല്ല, ഒരു ഭംഗിവാക്കുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിനകത്ത് തെളിച്ചം ലഭിച്ചു. അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അതായത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ, ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവുകേട് അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഭയങ്കര രസമായ കർത്താവിൻ്റെ കാര്യം. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ. നിങ്ങളിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത്. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലെയുള്ള പരിപാടിയാണ്. യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ തോക്കുകളും എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടണിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഫെഡായിരിക്കണം. അങ്ങനെ ഒരു റിലേഷനാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി താമസിച്ചിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അന്നത്തെ കാലമല്ലേ, എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ്. ഇപ്പം ഈ തുലാമാസത്തിലും
അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് വരും. അപ്പോൾ ഇടിവെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് കത്തണത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയത് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം അപായമാണ്. ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇവരൊരു പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവർ ഇടക്കൊന്നിടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇടിവിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേ ഗണമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുകയും വേറെ ഒന്നും പാടത്തില്ല. എന്താണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല്ലം ഇടിവിട്ട് വരുമ്പോൾ ഞാൻ പറയും, ചേച്ചി അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും. അതാ സംഭവം. ഇപ്പോൾ ഇടിവെട്ട് വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ്. അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഏത് സമയത്ത് യുദ്ധം സംഭവിക്കുക എന്നുള്ള രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കണ പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം. ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് എന്താ ഈ മോൾക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ, കുടുംബത്തിൽ നിന്നാണേലും കൂട്ടുകാരാണേലും എല്ലാവരും വിളിക്കുമ്പോൾ എന്താ എനിക്ക് ഇങ്ങനെ എപ്പോഴും അസുഖമാണല്ലോ, എപ്പോഴും ആൻറ്റിബയോട്ടിക് ആണല്ലോ, ഈ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കൊടുക്കുന്നത് അത്ര നല്ലതൊന്നും അല്ലാട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ ഒരു വട്ടം ഡോക്ടറോട് ചോദിച്ചു, ഇതിപ്പോൾ കുറേ ആയല്ലോ ഡോക്ടറെ, ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൾച്ചറിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, കൾച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കിഡ്നീൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ, ഇതൊക്കെ ഇപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടാവുന്നതാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, 1 വയസ്സിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യത്തേക്കുള്ള യൂറിൻ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഇതിപ്പോൾ കുറേ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൾക്ക് റാഷസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവൾക്ക് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാമ്പേഴ്സിൻ്റെ റാഷസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റുകളെടുക്കും, ഇതൊന്നും കുറയില്ല ഈ യൂറിൻ ഇൻഫെക്ഷൻ. അത് യൂറിൻ ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത മാസം തൊട്ട് കൗണ്ട് കൂടാൻ തുടങ്ങി. ഒരാഴ്ച കൗണ്ട് കൂടിയിട്ട് അഡ്മിറ്റ് എങ്കിൽ അടുത്ത ആഴ്ച ചെന്ന് കഴിയുമ്പോൾ കൗണ്ട് കുറയും. ഇത് തന്നെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഏകദേശം വയനാട്ടിലെ എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു. എല്ലാവരും മരുന്ന് തരും, വിടും, കുറയും, പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും, അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിന് ഈ ഒരു എന്താ റീസൺ എന്നറിയില്ല, എപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, മാതാവെ മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫെബ്രുവരി 1 ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും അവൾക്ക് പനിയാണ്, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടിലാണ് ഞാൻ ഇച്ചാനോട് പറഞ്ഞു, ഇച്ചാൻ നമുക്ക് ഉടമ്പടി എടുക്കാൻ പോവണ്ട, ഇവൾക്ക് വയ്യ, ഇച്ചാൻ അറിയാലോ, ഇവളെയും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പോകണം, പോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാൻ്റെ വാശി പുറത്ത് വന്നു. വരുന്ന സമയത്തും അവൾക്ക് പനി ഉണ്ടായിരുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നോടം വരെ അവൾക്ക് പനി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്നേക്ക് 3 മാസമായി എൻ്റെ കുഞ്ഞിന് പനിയില്ല, റാഷസ് ഇല്ല, അവൾക്ക് യൂറിനൽ ഇൻഫെക്ഷൻ ഇല്ല, അവൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഇല്ല. അത് മാത്രമല്ല, അവൾ 1.5 വയസ്സാവുന്നേ ഉള്ളൂ. ആ കുഞ്ഞ് വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന് 2 ആഴ്ച ഒറ്റയ്ക്ക് നിന്നു, അവളുടെ വല്യപ്പൻ്റെയും വല്യമ്മേൻ്റെയും കൂടെ. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിട്ട് പോലും എൻ്റെ കുഞ്ഞിനൊരു ജലദോഷമോ പനിയോ വന്നിട്ടില്ല. ഒരു ഫാനിൻ്റെ കാറ്റടിച്ച പനി വരുന്ന കുഞ്ഞായിരുന്നു അവൾ. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിലൂടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഇച്ചാൻ ഒരു മരിച്ചടക്കിന് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചാൻ ബൈക്കിൽ ഒറ്റയ്ക്കായിരുന്നു. ഏകദേശം കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഒരു മൂർഖൻ പാമ്പ് റോഡിന് നേരെ കുറുകെ ചാടി. ഇച്ചാന് ബ്രേക്ക് പിടിക്കുന്നുണ്ട്, പക്ഷേ ബ്രേക്ക് പിടിക്കാനും പറ്റില്ല, ബ്രേക്ക് കിട്ടുന്നില്ല. നേരെ ഇത് പാമ്പിൻ്റെ വാലിലേക്ക് പോയി കയറി. പാമ്പ് നേരെ ആഞ്ഞങ്ങ് ചീറ്റി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാന് കൊണ്ടില്ല എന്നുള്ളൊരു ആ സമയത്ത്. പക്ഷെ അത് ഇച്ചാന് കൊണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇച്ചായൻ്റെ കാശ് രൂപം, അതായത് ഉടമ്പടി കാശ് രൂപം ഇച്ചായൻ്റെ വെന്തിങ്ങത്തിൽ തൂക്കിയിട്ട് ഇച്ചാൻ എപ്പോഴും ഇച്ചാൻ്റെ കഴുത്തിൽ അണിയുമായിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഇച്ചാൻ രക്ഷിച്ചതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വേറൊരു 3ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. ഞങ്ങൾക്ക് ഇതിനു മുന്നേ, അതായത് ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഇച്ചാനൊക്കെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, നെക്സോൺ. അത് ഇച്ചാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഓടിക്കുന്നത് വഴി ആക്സിഡൻ്റ് ആയിട്ട് ടോട്ടൽ ലോസ് ആയിപ്പോയായിരുന്നു. അതിനുശേഷം വണ്ടി ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എന്നാലും ഞങ്ങൾ ഉടമ്പടി വന്നപ്പോൾ ഒരു വാഹനം വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മാതാവിനോട് ഈശോയോട് ആവശ്യപ്പെട്ടിട്ടില്ല.
അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ മാസം 26-ാം തീയതി ഒരു വാഹനം മേടിക്കാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. വാഹനം മേടിച്ചിട്ട് ഞങ്ങൾ വാഹനത്തിന് പേരിടാനായിട്ട് എന്ത് പേരിടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവേ മരിയ, കൃപാസനം, അങ്ങനെ കുറേ പേരുകളൊക്കെ വന്നു. അപ്പം ഞങ്ങൾ വണ്ടി കിട്ടിയ അന്ന് തന്നെ ഇച്ചായൻ കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപം വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചായ എന്നാൽ ഓക്കെ നമുക്ക് ആവേ മരിയ എന്നിടാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ കടയിൽ കയറി ഞാൻ ആവേ മരിയ എന്ന് പറയാൻ പോകുന്ന സമയത്ത് ഇച്ചാൻ പറഞ്ഞു അത് ഇടല്ലേ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇച്ചായൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആ രൂപം ഒന്ന് വായിക്കുന്നു പറഞ്ഞു. അപ്പം ആ രൂപത്തിലുള്ളത് പ്രേ അവർ ലേഡി ഗ്രേസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അപ്പം ഇച്ചാൻ പറഞ്ഞു നമുക്ക് ലേഡി ഗ്രേസ് എന്നിടാന്ന് പറഞ്ഞു. ലേഡി ഗ്രേസ് കൃപയുടെ സ്ത്രീ ഇതിൽ നമുക്ക് മദർ ഓഫ് ഗ്രേസ് എന്നിടാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ വാഹനത്തിൻ്റെ പേരെന്താണ് എന്ന് വരെ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ വാഹനത്തിന് മദർ ഓഫ് ഗ്രേസ് എന്ന് പേരിട്ടു. ആ വാഹനം കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ കീ വെഞ്ചരിച്ചെടുക്കാനായിട്ട് പറ്റി. പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ മോളുടെ തന്നെയാണ്. അവൾക്കൊരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് അവൾ ഉച്ചവരെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവളുടെ കൈ അവൾ അനക്കുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. അന്നേരം ഇച്ചാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈ അനങ്ങുന്നില്ല, കുടു അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു, കൈ അനക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയി തട്ടിയോ എന്തെങ്കിലും കടിച്ചോ ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. പപ്പ ഇച്ചാനും കൂടെ കുറേ തപ്പി നോക്കി. ഒരു നീരില്ല, കടിച്ചതിൻ്റെ പാടില്ല, ഒന്നുമില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നേരത്ത് കുഞ്ഞിനെ എടുത്ത് നോക്കി, അവൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല, കൈ അനക്കുന്നില്ല. കൈ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണോ വെക്കണേ അതേപോലെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇച്ചാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം, അതിനു മുമ്പ് നമുക്ക് ഈ തൈലം മുഴുവനായിട്ടൊന്ന് തൂത്തിട്ട് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൈലം കുഞ്ഞിൻ്റെ കൈ മുഴുവൻ തൂത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുരിശ് വരച്ചു. കുരിശ് വരേണ്ട 3-ാമത്തെ രഹസ്യമായി കഴിഞ്ഞപ്പം അവളുടെ കൈ അനക്കി. എന്നിട്ട് ഞങ്ങൾ കുരിശുവര കണ്ടിന്യൂസ് ചെയ്തു. കുരിശുവര കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അവൾ പഴയ കുടു എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഫുൾ ആക്റ്റീവായിട്ട് അവൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നില്ല. അത് മാതാവ് തന്ന മറ്റൊരു അനുഗ്രഹമാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ഒരു നിയോഗമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അപ്പോൾ കടബാധ്യതകൾ തീരണം എന്ന് പറഞ്ഞാൽ ഇച്ചാൻ ഹോട്ടൽ ഫീൽഡാണ്. ഇച്ചാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. ആ ഒരു ഫീൽഡിൽ സ്റ്റേബിളായിട്ടൊരു ജോലി വേണം എന്നുള്ളത്. പുറത്തേക്കൊക്കെ ഒരു വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ഇച്ചാൻ്റെ പപ്പയ്ക്ക് വയ്യാത്തത് കൊണ്ടും ഞാനും കുഞ്ഞും ഒറ്റയ്ക്കാണ് ഇവിടെ. പപ്പയ്ക്ക് വയ്യ, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചാൻ പുറത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ തന്നെ നിൽക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതേ തുടർന്നിട്ട് ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയുടെ കടബാധ്യതകൾ മാറ്റിത്തരണേന്ന് അമ്മ മാതാവിനോട് പറഞ്ഞതിന് ശേഷം ഇച്ചായന് ഈ ഉടമ്പടി എടുത്തതിലൂടെ കഴിഞ്ഞ മാസം 22-ാം തീയതി ഞങ്ങളുടെ വയനാട്ടിൽ തന്നെ ഒരു ഹോട്ടലിന് പാർട്ട്ണർഷിപ്പിന് ചേരാനായിട്ട് സാധിച്ചു. ഇച്ചായൻ അതിനുള്ള പൈസ നൽകി ദൈവം അനുഗ്രഹിച്ചു. അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ റെഡിയാവുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഇച്ചാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇരിക്കുന്ന സമയത്താണ് എങ്കിൽ പോലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവെ നിന്നോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളിതിനെ ഇറങ്ങി തിരിച്ചത്. അപ്പം മാതാവായിട്ട് തന്നെ വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഇനാഗുറേഷൻ്റെ തലേ ദിവസം ഇച്ചാൻ്റെ പാർട്ട്ണർഷിപ്പിനുള്ള പൈസ കൊടുക്കാൻ പറ്റി. ഇന്ന് ഇച്ചാനൊരു ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്. ഹോട്ടൽ നല്ല രീതിയിൽ പോകുന്നു. ഹോട്ടലിനെ പൂർണ്ണമായിട്ട് മാതാവിന് സമർപ്പിക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും 2:30-ക്ക് 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഓഫീസിലിരുന്ന് ചൊല്ലും. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 ചേട്ടായിമാരുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ അവിടെ എണീറ്റ് മുഴുവൻ നടന്നു നോക്കി എന്തെങ്കിലും മണം വരുന്നുണ്ടോ. അപ്പോൾ എനിക്ക് മാത്രമേ ഈ മുല്ലപ്പൂവിൻ്റെ മണമുള്ളൂ. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഇനിയും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ലിസി, സ്ഥലം അടിമാലി. ഞാൻ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കയറി 2ാമത്തെ തവണയാണ് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാനിവിടെ സാക്ഷ്യം പറയാൻ 3 സാക്ഷ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ്. അവൻ ഇറ്റലിയിൽ ഹോസ്പിറ്റലിൽ നേഴ്സായി 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ്. അവൻ എല്ലാ വർഷവും നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 മാസം മുമ്പ് നാട്ടിൽ വന്ന് തിരിച്ചു പോയപ്പോൾ എയർപോർട്ടിൽ വെച്ച് അവൻ്റെ വിസ കാണാതെ പോയി. അപ്പം അവന് 4 കൊച്ചു പിള്ളേരുള്ളത് കൊണ്ട് ചേച്ചിയുടെ മോള് പോയില്ലായിരുന്നു.
അപ്പം വിസ അവിടെ ചെന്നപ്പം വിസയുണ്ട്, പക്ഷേ പിന്നെയുള്ള സ്ഥലങ്ങളിൽ കാണിക്കാൻ വേണ്ടി നോക്കിയപ്പം വിസ ഇല്ല കയ്യിൽ. പാസ്പോർട്ടിലല്ല വിസ, ഇറ്റലിയിൽ വേറൊരു പാൻ കാർഡ് പോലെയുള്ള കാർഡാണ്. അപ്പം അവൻ വളരെ വിഷമത്തോടെ ഞങ്ങളെല്ലാവരെയും വിളിച്ച് പറഞ്ഞു. ചേച്ചിയുടെ മോള് എന്നെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി നന്നായിട്ട് ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കുക, വിമാനം വരാറായി, വിസ കാണുന്നില്ല. മനോജ് ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഞാൻ പറമ്പിലായിരുന്നു, ഓടിച്ചെന്ന് മാതാവിൻ്റെ അടുത്ത് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് വെച്ച് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ എനിക്ക് മാതാവിനോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, മോളെ വിളിച്ച് പറ, അവളുടെ കഴുത്തിൽ ചെറിയൊരു കാശുരൂപമുണ്ട് ഞാൻ കൊടുത്തിരുന്നേ, ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അവളോട് കരഞ്ഞ് പ്രാർത്ഥിക്ക്, തിരിച്ചു വിസ അമ്മേ വിസ കാണിച്ചു തരണേ, തിരിച്ച് ഇറ്റലിയിൽ നിന്ന് വരുന്ന വഴി തന്നെ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന് മാതാവ് എന്നെ തോന്നിച്ചു. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു. അവൾക്കറിയാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ ആ ചെറിയ കാശുരൂപം, നമുക്കിവിടെ നിന്ന് കിട്ടുന്ന കാശുരൂപം കയ്യിൽ പിടിച്ച് അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ വിസ കാണിച്ചു തരണേ അമ്മേ, അല്ലേ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം എടുത്തില്ല, അവിടെ നിന്ന് ഫോൺ വന്നു, മനോജിൻ്റെ ഫോൺ വന്നു, വിസ കിട്ടിയെന്നും പറഞ്ഞ്. ഒരു പരിചയമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ മനോജിൻ്റെ കയ്യിൽ കൊണ്ടുപോയി വിസ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വിസയാണോ, ഇത് ഇന്ന ഒരു സ്ഥലത്തിരുന്ന് എനിക്ക് കിട്ടിയതാണെന്ന്. അത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഈശോ വഴി ഈ വലിയ അത്ഭുതം ചെയ്തു തന്നതെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. രണ്ടാമത്തെ, എനിക്ക് 3-4 വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഒത്തിരി വലുതല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീടടിക്കുമ്പോഴും ഒരു തുണി എടുത്താൽ തന്നെ ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അപ്പം മോണ്ടക്കൽസി എന്ന് പറഞ്ഞ ഒരു ഗുളിക കഴിച്ച് വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കും. ഭയങ്കര ഉറക്കമാണ്, പിറ്റേ ദിവസം ഒരു പണിയെടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഉറക്കവും ക്ഷീണമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാവരും പറയില്ലേ അവൾ കൃപാസനം മാതാവിൻ്റെ അടുത്ത് എന്നും പോകുന്നുണ്ടല്ലോ, മാതാവ് എന്ത് ചെയ്യാന്നിട്ട് ഈ ശ്വാസം മുട്ടൽ മാറ്റി തരാത്ത, മരുന്നും കഴിച്ച് നടക്കുന്ന ഒത്തിരി ആശുപത്രികളിൽ പോയി, കോലഞ്ചേരി വരെ പോയി നടക്കണേന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട് ഒരു ദിവസം. എന്നിട്ട് ഞാൻ നമ്മുടെ ഉടമ്പടി തൈലവും തേനും ഉപ്പും ശരിക്കും 2-3 ദിവസം ഞാൻ പ്രാർത്ഥിച്ച് പുരട്ടി, കഴുത്തിലും തൊണ്ടയിലും ഒക്കെ പുരട്ടി. പെട്ടെന്ന് ഇപ്പം 3-4, പിന്നെ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഗുളികയൊന്നും ഉപയോഗിക്കുന്നില്ല. 3-4 മാസമായി ഇപ്പോൾ ഞാൻ ഗുളിക കഴിച്ചിട്ട് എത്ര പൊടിയുണ്ടെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. പെയിൻ്റ് അടിക്കാനൊക്കെ ആൾക്കാർ വന്നപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല, പൊടിയൊന്നും അടിച്ചിട്ട് ഈ നിമിഷം വരെ. അത് മാതാവും ഈശോയും ചെയ്തു തന്ന വലിയൊരു ഉപകാരമാണ്. പിന്നെ 3-മത്തെ സാക്ഷ്യം, എൻ്റെ മോൾ നേഴ്സാണ് കുവൈറ്റിൽ. അവൾ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എന്നെ വിളിച്ചു, എന്നും വരുമ്പോഴേ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മമ്മി എനിക്കെന്തൊരു അസ്വസ്ഥത പോലെ, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഒരു സൈഡിലേക്ക് തിരിയാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരി ഡ്യൂട്ടിയിലാണ്, അവൾ ഇറങ്ങുമ്പോഴേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, മാതാവിൻ്റെ തൈലം ഉണ്ടല്ലോ, അതെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ പെരട്ടാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇരുന്ന് കരഞ്ഞ് മാതാവിൻ്റെ രൂപം എടുത്ത് കയ്യിൽ പിടിച്ച് കരഞ്ഞോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ മോൾക്ക് അവിടെ ആരുമില്ല, മാതാവ് അവളെ കാത്തുകൊള്ളണേ എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ പുറം അവളുടെ ശരീരമാണെന്ന് ഓർത്ത് എൻ്റെ മനസ്സിലോർത്ത് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി, കുരിശ് വരച്ച് പുരട്ടി. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അവൾ വിളിച്ചു, മമ്മി ആശുപത്രിയിലൊന്നും പോകണ്ട, എനിക്ക് കുറഞ്ഞെന്നും പറഞ്ഞ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കന്മാരനും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ബർത്തലൂമിയ റോസ. ഞാൻ കണ്ണൂർ രൂപത പരിയാരം മുടിക്കാനം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 15/5/2019 ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് എൻ്റെ കടബാധ്യതയാണ് എന്നെ ഇവിടെ ഞാനിവിടെ വന്നത്. ഞാനൊരു ടൈലറാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, 2 മക്കളുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ ആ കഴിവിനനുസരിച്ചുള്ള ഒരു ചിലവ് ഞാൻ ശ്രദ്ധിക്കാതെയായി. അങ്ങനെ 5 ലക്ഷത്തോളം രൂപ എനിക്ക് കടബാധ്യതയായി. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് വന്ന്. അപ്പോൾ അതിന് ഞാൻ
പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ആൻറ്റി, ഒരു കണ്ണൂരിൽ നിന്നുള്ള ഒരു നിർമ്മല ആൻറ്റി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ഇത് കൃപാസനത്തിലൊരു കാശ് രൂപമാണ്, ഇത് കൊണ്ട് നീ ഇൻ്റർവ്യൂവിന് പോകണം, നിനക്ക് എന്തായാലും ജോലി ഉറപ്പാണെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അവിടെ പോയി പിന്നെ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ എൻ്റെ കുടുംബശ്രീയിൽ നിന്ന് എനിക്ക് ഒരു കോള് വരുന്നു, നീ 1,84,000 രൂപ ഇവിടെ അടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിയാ, അവരെനിക്ക് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച പൈസ എനിക്ക് കടബാധ്യത മൂലം ഞാൻ അതിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ യാദൃശ്ചികമായാണ് ഈ നിർമ്മലാൻറ്റി പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അത് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ആ മാതാവിനോടുള്ള ഒരു കൂടുതൽ വിശ്വാസം എനിക്ക് തോന്നി. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇത്രയും പേരെ നീ അനുഗ്രഹിക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒച്ചത്തിൽ കരയാൻ